1370 ബെൽജിയത്തിലെ ബ്രസൽസ്. അവിടെ ക്രിസ്തു മതത്തെ വളരെ വെറുത്തിരുന്ന ധനവാനായ ഒരു വ്യാപാരി ജീവിച്ചിരുന്നു. ഒരിക്കൽ ദേവാലയത്തിൽ നിന്നും ആരും അറിയാതെ അദ്ദേഹം ഏതാനും തിരുവോസ്തികൾ മോഷ്ടിച്ചെടുത്തു. പിന്നീട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആ വ്യാപാരി കൊല്ലപ്പെട്ടു. അയാളുടെ ഭാര്യ അതൊരു ദൈവശിക്ഷയായി കണക്കാക്കി. ഭർത്താവിൻ്റെ മുറി പരിശോധിച്ച അവൾ കട്ടിലിനടിയിൽ നിന്നും ഏതാനും തിരുവോസ്തികൾ കണ്ടെത്തി. ആ തിരുവോസ്തികൾ തൻ്റെ ഭവനത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനായി ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകി. കത്തോലിക്ക വിരോധികളായിരുന്ന അവർ 1370 ദുഃഖവെള്ളിയാഴ്ച ഒരുമിച്ചുകൂടി ആ തിരുവോസ്തികളെ കത്തിയെടുത്ത് കുത്താൻ ആരംഭിച്ചു. പെട്ടെന്ന് തിരുവോസ്തികളിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ഉടൻ തന്നെ ഭയവിഹുലരായ അവർ പ്രമുഖനായ ഒരു കത്തോലിക്ക വ്യാപാരിയെ ആ തിരുവോസ്തികൾ ഏൽപ്പിച്ചു. ഈ വ്യാപാരി നോത്രദാം പള്ളിയിലെ സഹവികാരിയെ തിരുവോസ്തികൾ ഏൽപ്പിച്ചു. തിരുവോസ്തിയെ അപമാനിച്ചവരെ ബ്രാബാൻഡിലെ രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. ബ്രസൽസിലെ കത്തീഡ്രലിനടുത്തുള്ള പുരാതന ചാപ്പലിലെ മ്യൂസിയത്തിൽ ഈ അത്ഭുത തിരുവോസ്തികൾ ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ബ്രസൽസ് കത്തീഡ്രലിലെ 5 ജനൽ ഗ്ലാസുകളിൽ ഈ ദിവ്യകാരുണ്യ അത്ഭുതം അതിമനോഹരമായി വിവരിച്ചിരിക്കുന്നു. സഭയുടെ സംരക്ഷകനും പരിപാലകനുമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സംഭരിച്ച് സഭാനൗകയെ സധൈര്യം മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധ പിതാവിനെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.